സരള, സത്യം പറഞ്ഞാൽ ഞാൻ ഒരാളെ ഇത്ര നിസ്സഹായ അവസ്ഥയിൽ ഒരിക്കലും കണ്ടിട്ടേയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ജാനകിയെ കണ്ടപ്പോൾ എന്റെ ഹൃദയം നുറുങ്ങിപ്പോയി. എത്ര ധൈര്യമുള്ള സ്ത്രീയാണവർ. അവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് കണ്ണു ചിമ്മിയവർ ഉത്തരം തന്നത് എന്താന്ന് വെച്ചാൽ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതോ ഒരാൾ നമ്മുടെ രണ്ട് കുടുംബത്തിന് എതിരായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. നമ്മളെ അവർ അപകടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞ ജാനകി ഒരു ധൈര്യമുള്ള സ്ത്രീയാണ്. ഒന്നല്ല, ശരിക്കും 2 തവണ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. ഞാനിവിടെ വന്നത് നിങ്ങളെ മൈലാഞ്ചിയിടലിന് ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു കാര്യങ്ങൾ ഇത്രയും വഷളാകുമെന്ന്. പക്ഷെ ജാനകിയിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഏതോ ഒരാൾ നമ്മളെ അപകടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നഷ്ടം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് ജാനകി മൈലാഞ്ചി ചടങ്ങിന് വരേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്നത്. കാരണം ഈ ചടങ്ങിൽ പ്രീതയുടെ നിശ്ചയത്തിന് സിന്ദൂരഭാഗ്യം ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ കാണും. അന്ന് തീ പിടിച്ചപ്പോൾ ചിലപ്പോ ആ സമയത്ത് ജാനകി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. നമ്മുടെ 2 കുടുംബങ്ങളെ അപകടപ്പെടുത്താനും നശിപ്പിക്കാനും നടക്കുന്ന ആ വ്യക്തിയെ ചിലപ്പോ അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. ആ ആളെ ജാനകിക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. സരള, ഞാൻ നിന്നോട് കൈകൂപ്പി യാചിക്കാൻ, എന്ത് ചെയ്തിട്ടാണെങ്കിലും പ്ലീസ് ജാനകിയെ നിങ്ങളുടെ കൂടെ കൊണ്ടുവരണം. നീ പറയുന്നത് വളരെ ശരിയാ രാധികെ. സത്യം, ജാനകി അവളുടെ കണ്ണടച്ച് കാണിച്ച് നമ്മോട് പറയാൻ ശ്രമിച്ചത് അതൊരു പക്ഷെ ആരായാലും നമ്മുടെ കുടുംബത്തിലെ ആളല്ല, പുറത്തുള്ള ആളാ. അയാൾ നമ്മുടെ 2 കുടുംബങ്ങൾക്ക് അപകടം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരാ ഫംഗ്ഷനിൽ ജാനകി ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊരു പക്ഷെ അവരെ പിടികൂടാൻ കഴിയായിരിക്കും അല്ലേ? അവൾ ഒത്തിരി സഹിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അവളുടെ സുരക്ഷ നമ്മുടെ കയ്യിലാ. ജാനകി ആ ചെകുത്താനെ തിരിച്ചറിഞ്ഞ് നമുക്ക് അടയാളം നൽകിയാൽ വിടരുത് അവനെ. മുത്തശ്ശി പറഞ്ഞത് വളരെ ശരിയാണ്. സരളെ, ഇനി നമുക്ക് നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. നിങ്ങൾ എല്ലാവരും ഉറപ്പായി വരണം. നമസ്കാരം മുത്തശ്ശി. മോളെ, എന്റെ സരളെ, ആലോചിച്ചിട്ട് എന്റെ തല പൊട്ടാറായി. ശരിക്കും നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആ ദ്രോഹി ആരായിരിക്കും? ഈ കുടുംബത്തിലെ ആളല്ല, അത് വ്യക്തമായി കഴിഞ്ഞു. അതാരായാലും നിശ്ചയത്തിന് വന്ന അതിഥികളിൽ ആരോ ആണ്. അമ്മ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അവൻ ആരായാലും നമ്മൾ അവനെ വെറുതെ വിടില്ല. അങ്ങോട്ട് പോവാം പ്രീത. ഇത് എന്തൊരു ഇറിറ്റേറ്റിംഗ് ആയ കാര്യമാണ് നമ്മുടെ സിറ്റിയിൽ, അല്ലേ? അതായത് നമുക്ക് എപ്പോഴും ദൂരെ പാർക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ, 1 കിലോമീറ്റർ ദൂരെ. ദിസ് ഈസ് സോ അനോയിങ്. വേണ്ട, ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടത്. വേണ്ട മോളെ, നല്ല ചേച്ചിയല്ലേ, ഒരെണ്ണം വാങ്ങിക്കുന്നേ. ചേച്ചി ഇത് ചേച്ചിയുടെ ബോയ് ഫ്രണ്ടിന് കൊടുക്ക. ഇന്ന് ആ ചേട്ടന് ഈ പൂവും ബലൂണും കൊടുത്ത അയാള് ചേച്ചിയെ ജീവിതം മുഴുവൻ സ്നേഹിക്കും. ഇതില് അങ്ങനെ ഒരു മാജിക് ഉണ്ട് ചേച്ചി. അങ്ങനെ ആരും എന്റെ ഒപ്പം ഇല്ല. ആരെങ്കിലും കാണില്ലേ? ചേച്ചിയെ കാണാൻ എത്ര സുന്ദരിയാ. ഓ, ചിലപ്പോ ചേച്ചിയുടെ കയ്യിൽ പൈസ കാണില്ല അല്ലേ? കുഴപ്പമില്ല ചേച്ചി, ചേച്ചി ഇത് ഫ്രീ ആയിട്ട് എടുത്തോ. എന്തിന്? എന്താന്നോ, എനിക്ക് ചേച്ചി ഒത്തിരി ഇഷ്ടായി. ഈ ബലൂൺ എല്ലാം കൂടി എത്ര രൂപയാകും? 300 rupees. ഇത് പിടിച്ചോ. ഇത് നീ വെച്ചോ. എന്നിട്ടിത് നിനക്ക് ആരെയാണോ ഇഷ്ടം അവർക്കത് കൊണ്ടുപോയി കൊടുത്തോ. ഓക്കെ? പ്രീത, നീ എന്തിനാ അവരുടെ നീ ബലൂണൊക്കെ വാങ്ങിയത്? ആ അഴുക്ക് പിടിച്ച് റോഡ് സൈഡിലുള്ള തെരുവ് പിള്ളേരുടെ കയ്യിൽ നിന്ന്. അവരിതൊക്കെ എവിടുന്നാ കൊണ്ടുവന്ന് നമുക്ക് വിൽക്കുന്നത് പോലും അറിയില്ല. ഇതിൽ ഒത്തിരി ജേംസ് കാണും. പ്ലീസ് നീ ഇതൊക്കെ കളഞ്ഞേക്ക്. നീ എന്തിനാണ് അവരുടെ നീ ബലൂണൊക്കെ വാങ്ങിയത്? ആ കുട്ടികളെ പാവം, രാവിലെ മുതലേ ബലൂൺ വിൽക്കുന്നതല്ലേ, ആരും ബലൂൺ വാങ്ങിയതേ ഇല്ല. അവർക്കതൊരു ഹെൽപ്പ് ആകുമല്ലോ. പക്ഷെ പ്രീത, ഇത് ശരിക്കും ലോ ഗ്രേഡ് 3rd ഗ്രേഡ് സാധനങ്ങളാണ്. ഒരു കാശിന് കൊള്ളാത്തത്. ഇത് ശരിക്കും അൺഹൈജീനിക് ആണ്.
നീ ഒരല്പം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ കല്യാണം നടക്കാൻ പോവല്ലേ? നീ ദയവ് ചെയ്തൊന്നും കൊണ്ട് കളയാൻ പറ്റുമോ? ഇത് ഒത്തിരി ചീത്തയാണ്. എക്സ്ക്യൂസ് മീ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ ഇവിടെ പറത്തി വിടാം. ഇത് കിട്ടാൻ ആർക്കാണോ ഭാഗ്യം അറിയില്ല, പക്ഷെ ആർക്കിത് കിട്ടിയാലും അവരിതിനെ സ്നേഹിക്കണം. ശരിക്കും സ്നേഹത്തിന് യോഗ്യമായ കൈകളിൽ ഇതെത്തിപ്പെടണം. സ്നേഹത്തിന്റെ അടയാളമായത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആർക്കെങ്കിലും കിട്ടട്ടെ. ഒരു മാത്ര പോലും പിരിയില്ല എന്നെ മറുവാ നിനക്കോർമ്മയില്ലേ? എന്നാണോ നീ നിഴലായി അണയുന്നു ഞാൻ വല്ലിക്കാവിൽ. പ്രീത വരുന്നില്ലേ? ഇതെന്റെ ബലൂണ, എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാ. താങ്ക് യു. പ്രീത, പ്രീത, ഇന്ന് നിന്റെ സുഹൃത്ത് കിരൺ എന്നെ ഒത്തിരി ഇൻസൾട്ട് ചെയ്തു. നിന്റെ മറ്റൊരു സുഹൃത്തായ രോഹിത്തും ഇന്ന് അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവർ രണ്ടുപേരും ചേർന്ന് എന്നെ എത്രമാത്രമാണ് ഇൻസൾട്ട് ചെയ്തത്. എന്റെ ക്യാരക്ടറിന് നേരെ അവർ വിരൽ ചൂണ്ടി. എന്റെ സെൽഫ് റെസ്പെക്ട്, ഡിഗ്നിറ്റി, ഇതിനൊക്കെ എത്രമാത്രം അവർ ചോദ്യം ചെയ്തു. അപ്പൊ പിന്നെ എന്റെ മനസ്സിൽ ദേഷ്യം വരുന്നതും സ്വാഭാവികമാണല്ലോ. ഓ ഗോഡ്, ഇനി ഈ ബ്രിഡ്ജ് നേരത്തെ പോലെ വീണ്ടും ബഹളം ഉണ്ടാക്കൂ. നേരത്തെ ഇവിടെ വലിയൊരു ഡ്രാമയാണ് നടന്നത്. വളരെ കഷ്ടപ്പെട്ട സിറ്റുവേഷൻ ഒതുക്കി തീർത്തെ. ഐ നോ, ഐ എം സോറി. എനിക്ക് നിങ്ങളോട് എന്ത് പറയണമെന്നറിയില്ല. ഐ എം സോറി. അവര് രണ്ടുപേരുടെയും പേരിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇവള് പേടിച്ചു പോയല്ലോ. കണ്ടില്ലേ, മാപ്പ് ചോദിച്ചപ്പോൾ ഇവളുടെ ശബ്ദം പോലും വിറയ്ക്കുന്നത്. ഫാന്റാസ്റ്റിക്, ഐ ലൈക്ക് ഇറ്റ്. നോക്ക് പ്രീത, ഞാൻ അത്ര മോശം ആളൊന്നുമല്ല. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാവും. എന്റെ മനസ്സിന് എത്ര ദേഷ്യം തോന്നിയാലും കാരണമില്ലാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. എനിക്കറിയാം നിനക്ക് എന്റെ സത്യസന്ധതയിൽ ഒട്ടും സംശയമില്ലായിരുന്നു. നീ അവിടെ നിന്ന് അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. നീ ഒരിക്കലും എന്റെ നന്മയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. നീ എന്നെ മോശമായി കണ്ടിട്ടുമില്ല. താങ്ക് ഗോഡ്, ഇദ്ദേഹം എന്നെ വിട്ട് പോയില്ലല്ലോ. അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ ഇപ്പൊ എന്തായേനെ? പ്രീത, പ്ലീസ് ഇങ്ങനെ കരയില്ലേ. നിനക്കറിയോ, നീ കരയുന്ന കാണുമ്പോൾ നീ കരയുന്ന കാണാൻ കൊള്ളില്ല. പക്ഷെ നീ ചിരിക്കുമ്പോൾ നീ ഈ ലോകത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളും ഏറ്റവും പ്രിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. സോ പ്ലീസ് സ്മൈൽ ചെയ്യണേ. പ്ലീസ് സ്മൈൽ, എനിക്ക് വേണ്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നിന്റെ ആ കൂട്ടുകാരനെ കിരൺ, അവനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ സ്റ്റുപ്പിഡ് ഇഡിയറ്റ് വിഡ്ഢിച്ചെറുക്കൻ കാരണം ഇന്ന് ഞാൻ എത്രമാത്രം ഇൻസൾട്ട് ചെയ്യപ്പെട്ടു. എന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരവസരവും പാഴാക്കിയില്ല. ഒരു കാര്യവും ഇല്ലാതാണ് അവൻ കാര്യങ്ങൾ വഷളാക്കുന്നത്. എനിക്കറിയാം നീ അവന്റെ സുഹൃത്താണെന്നും നിങ്ങൾക്കിടയിൽ നല്ല സൗഹൃദം ഉണ്ടെന്നും. പക്ഷെ ഇങ്ങനെയുള്ള സൗഹൃദം കൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ അവൻ നിന്റെ ഭാവി ഭർത്താവിനെയാണ് ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത്. പ്രീത, നിന്റെ ഈ കൂട്ടുകെട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നീ കിരണുമായി അകലണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
നോക്കു പ്രീതെ, അവൻ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് നമ്മുടെ ബന്ധം ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധം ഇഷ്ടമല്ലാത്തവരോട് എനിക്കും ഇഷ്ടക്കേട് തോന്നുന്നത്. എനിക്ക് അവൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. നീ തന്നെ പറയൂ പ്രീതെ, ഒരാളെ എങ്ങനെ ഇത്ര ഇൻസൾട്ട് ചെയ്യാനാവുന്നത്? അത് വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്തിനാ ഇത്ര ഇന്റർഫിയർ ചെയ്യുന്നത്? അവൻ എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതെനിക്ക് അനുവദിച്ചു തരാൻ പറ്റില്ല. എനിക്കതങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സോ പ്ലീസ്, നീ ആ കിരണുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിർത്തണം. ഓക്കെ? ശരി, ഇനി എല്ലാം ശരിയാകും. എവറിത്തിങ് ഈസ് ഫൈൻ നൗ. നീ കാറിൽ കയറി ഇരുന്നോളൂ. ഒരു സെക്കൻഡ്, എവിടെ പോയി നിന്റെ സ്മൈൽ? That's better. വരൂ. കിരൺ മോനെ, വലിയ ക്രിക്കറ്റ് പ്ലെയർ. ഇന്ന് ഈ മാളിൽ വെച്ച് നീ എന്നെ ഒരുപാട് അപമാനിച്ചു. ഇതിന്റെ റിട്ടേൺ ഗിഫ്റ്റ് ഞാൻ നിനക്ക് തന്നിരിക്കും. നീ കണ്ടോ ഞാൻ നിനക്ക് എങ്ങനെയാ പണി തരുന്നതെന്ന്? ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. വിൽ യു ലിസൺ ടു മീ? ഇവന് പ്രീതിയുമായിട്ട് നിനക്ക് ഷേളിനുമായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കാം. പക്ഷെ ഇവർ തമ്മിൽ പരസ്പരം കാണാനുള്ള ഒരു അവസരം പാഴാക്കില്ല ഏട്ടാ. ഈ തെമ്മാടി ഈ റൂമിൽ നിന്നാ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഞാൻ ഷെളിനെ ഫോൺ ചെയ്തപ്പോഴും അവള് പറഞ്ഞത് റൂം നമ്പർ 5-ലാണെന്നാ. റൂം നമ്പർ 5 ഇത് തന്നെ ഏട്ടാ. ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങി വന്നത്. കിരൺ, അകത്താരുമില്ല. കിരൺ, കിരൺ വാതിൽ തുറക്ക്. കിരൺ വാതിൽ തുറക്ക്. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് കിരൺ, പ്ലീസ്. കിരൺ, നീ ഇനി കതവ് തുറന്നില്ല എങ്കിൽ ഞാൻ ഈ കതക് തല്ലി പൊളിച്ചകത്തേക്ക് വരും. തുറക്കില്ലല്ലേ? ശരി, ഞാനത് തല്ലി പൊളിച്ചകത്തേക്ക് വരാം. എത്ര നേരമായിട്ട് ഞാൻ കിടന്ന് വിളിക്കുന്നു കിരൺ. നീ എന്താ എങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക് കിരൺ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ എന്ത് കേൾക്കാനായിട്ടാ? നീ എന്നേക്കാൾ മൂത്തയാണെന്നുള്ള അധികാരമാണല്ലേ? നിനക്ക് ഇഷ്ടമുള്ളൊക്കെ നീ അങ്ങ് ചെയ്യും. എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അടിച്ച് നാണം കെടുത്തിയില്ലേ? അത് എന്താ അധികാരത്തിലേട്ടാ? നീ എന്താ ദൈവമാണോ? നീതി അങ്ങ് നടപ്പാക്കാൻ നിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യോ? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്റെ അനിയനാണെങ്കിൽ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. നീ ആണെങ്കിൽ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിക്കൊണ്ടിരിക്കേട്ടാ. എന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു അധികാരം നിനക്കില്ല. എടാ, ഒരു മിനിറ്റ്, നീ ഞാനൊന്ന് പറയുന്ന കേൾക്കും. ഒന്നും കേൾക്കണ്ട. നീ പറയുന്നത് ഞാൻ എന്തിനാ ഏട്ടാ കേൾക്കുന്നേ? നീ എന്റെ ഏട്ടനാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അടിച്ചില്ലേ? ഇനി എന്താ ഞാൻ കേൾക്കേണ്ടത്? ഏട്ടനാണെന്ന് പറഞ്ഞ് നീ എന്നെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയല്ലേ? എല്ലാം ഞാൻ സഹിച്ചു. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ചെല്ലങ്ങോട്ട്, ജസ്റ്റ് ഗോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക്. ഞാൻ നിന്നെ എന്തിനാ അടിച്ചെന്ന് മാത്രം നീ ഒന്ന് കേട്ടാ മതി. എനിക്കൊന്നും കേൾക്കണ്ട. നിനക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യല്ലേ? എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ നീ എന്നെ അടിച്ചത്? എന്റെ മുഖത്താ നീ അടിച്ചത്, ഈ മുഖത്ത്. പക്ഷെ കൊണ്ടത് എന്റെ ഹൃദയത്തിലാണ്. നീ ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ അടിച്ചാൽ നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് അറിയാം. ഞാൻ നിന്റെ മുമ്പിൽ ഇതാ നിൽക്കുകയല്ലേ? അടിച്ചോ. അങ്ങനെ നിന്റെ വിഷമം തീരട്ടെ. അടിച്ചോ. പറയാനാ പറഞ്ഞത്. എവിടെയാ? എന്നെ അടിച്ചോ കിരൺ. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല ഏട്ടാ. നോക്ക്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിന് മുന്നേ നീ ഇവിടെ നിന്ന് പോ. നോക്ക്, പോ, ചെല്ല്. ഐ എം സോറി കിരൺ. എനിക്ക് നിന്റെ സോറി ഒന്നും കേൾക്കണ്ട. ജസ്റ്റ് ഗോ അവേ. നീ എന്റെ മുഖത്തേക്ക് നോക്കില്ലേ? നിനക്കറിയില്ലേ കിരൺ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ് കിരൺ. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? എനിക്കറിയാം ഞാൻ നിന്നെ അടിച്ചത് നിന്നെ ഏറെ വിഷമിപ്പിച്ചെന്ന്. പക്ഷെ ആ സമയം ഞാൻ നിന്നെ അടിക്കേണ്ടത് ഏറെ അത്യാവശ്യമായിരുന്നു കിരൺ. പ്രീതിയുടെ സേഫ്റ്റിക്ക് വേണ്ടി. എന്നുവച്ചാ നീ പൃഥ്വിയെ കണ്ടില്ലായിരുന്നു? അവൻ എത്രമാത്രം ദേഷ്യത്തിലായിരുന്നു എന്ന് നീ കണ്ടില്ലായിരുന്നു? അവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്തെന്ന്? ഞാൻ നിനക്ക് എഴുതി തരാം. അവന്റെ എല്ലാ ദേഷ്യവും പ്രീതിയുടെ മേൽ തീർത്തേനെ എന്ന്. അത് മാത്രമല്ല, അവൻ ആ ബന്ധം അപ്പൊ തന്നെ വേണ്ടെന്ന് വെച്ചേനെ.
നീ കഴിഞ്ഞ തവണ ഹോട്ടലിൽ വെച്ച് അവൻ എക്സ്പോസ് ചെയ്യാൻ നോക്കിയതല്ലേ? പക്ഷെ അവൻ എന്താ ചെയ്തേ? അവൻ ആ ബന്ധവും വേണ്ടെന്ന് വെക്കാൻ നോക്കിയല്ലേ ചെയ്തേ? കിരൺ വീണ്ടും അതാണ് സംഭവിച്ചിരുന്നെങ്കിൽ സരളാന്റിയുടെ കുടുംബത്തിന് അത് ഒത്തിരി വിഷമമാവില്ലായിരുന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് അവർക്ക് എത്രമാത്രം നാണക്കേടായനെന്ന്. കഴിഞ്ഞ തവണ നീ അതൊക്കെ മനസ്സിലാക്കി നീ തന്നെ പൃഥ്വിയോട് മാപ്പ് ചോദിച്ചു. അങ്ങനെ നീ തന്നെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇത്തവണ അത് തന്നെ സംഭവിച്ചേനെ. സരളാന്റി നിന്നോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ നിനക്ക് വീണ്ടും പൃഥ്വിയുടെ മുമ്പിൽ തല കുനിച്ച് മാപ്പ് പറയേണ്ടി വന്നനെ. പക്ഷെ ഞാൻ ഇപ്പൊ അടിച്ചതിലൂടെ ഇക്കാര്യങ്ങളൊന്നും നിനക്ക് ആവർത്തിക്കാനിടയാക്കിയില്ലല്ലോ. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കിരൺ? ഞാൻ നിന്റെ ചേട്ടനെന്നുള്ള അധികാരമൊന്നും അല്ല അവിടെ പ്രയോഗിച്ചത്. പകരം ഒരു ചേട്ടന്റെ കടമയെ അവിടെ നിർവഹിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? നീ അവന്റെ മുമ്പിൽ തലകുനിച്ച് വീണ്ടും മാപ്പ് ചോദിക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നിന്നേക്കാൾ അധികം എനിക്ക് ലജ്ജ ഉണ്ടാക്കിയേനെ. നീ എന്താ കരുതുന്നേ? എനിക്കൊരു വിഷമമില്ലെന്നാണോ? അവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ തല്ലിയപ്പോ എനിക്കെന്താ സന്തോഷം എന്നാണോ? എന്റെ ഉള്ളിൽ എന്താന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാനിവിടെ വെറുതെ അല്ല വന്നേ. ഇപ്പൊ നിന്റെ ദേഷ്യമൊക്കെ മാറിയോ? എവിടെ നോക്കട്ടെ, എവിടെയാ ഞാൻ നിന്നെ അടിച്ചെന്ന്? അവിടെയാണോ എന്റെ മോനെ? പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഷേളിൻ ചേഞ്ചിങ് റൂമിൽ എങ്ങോട്ടാ പോയെന്ന്? കിരൺ, നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അത് ഷെർലിൻ തന്നെയാണെന്ന്? ഏട്ടാ, നീ ഇപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത്? ആ ഷേളിൻ പൃഥ്വിയുടെ കൂടെ റൂമിൽ ഉണ്ടായിരുന്നില്ല എന്ന്? എനിക്കറിയാം പൃഥ്വി അത്ര നല്ലവനൊന്നും അല്ല എന്ന്. അവന് മറ്റാരുമായിട്ട് അഫെയർ ഉണ്ടെന്ന കാര്യം എനിക്ക് നന്നായിട്ടറിയാം. എടാ, അതിന് ഒരു തെളിവ് എന്റെ പക്കലില്ല. ഷെർലിനെ സംശയിക്കാൻ പറ്റിയുള്ള ഒരു തെളിവ് എന്റെ പക്കലില്ല. പക്ഷെ പൃഥ്വി അത്ര നല്ലവനല്ല. അവന്റെ മുഖം മൂടി പിച്ച് ചെയ്യുന്ന വരെ ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യണം, ഞാൻ സമാധാനമായിട്ട് ഇരിക്കില്ല. ഹാപ്പി ഹാപ്പി? എടാ, ഒന്ന് ചിരിക്കേ. എനിക്കിങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് അറിയില്ല. പൃഥ്വി പ്രീതിയെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നേ. അവൻ എന്തോ വലിയൊരു ഗെയിമാ കളിച്ചോണ്ടിരിക്കുന്നേ. പക്ഷെ ആ അപകടം നിറഞ്ഞ കളി എന്താ? അതിനെക്കുറിച്ചൊരു ചെറിയ ഐഡിയ പോലും എനിക്കില്ല. ഞാൻ ഇനിയും കൂടുതൽ അലേർട്ടായിരിക്കണം. അവന്റെ എല്ലാ സത്യവും ഞാൻ മനസ്സിലാക്കുന്നത് വരെ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയില്ല. ഐ ഹോപ്പ് പൃഥ്വി വീണ്ടും കിരൺ മാപ്പ് പറയാൻ നിർബന്ധിക്കില്ലായിരിക്കും. പാവം കിരൺ. ഒരിക്കൽ ഇതിനു മുൻപും എനിക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി പൃഥ്വിയുടെ മുൻപിൽ തല കുനിച്ചതാ. ഇനി ഒരിക്കൽ കൂടി അവൻ ഇതുപോലൊരു നാണക്കേട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കിരൺ കുറച്ച് വാശിക്കാരനാ. അവന് ശരിയെന്ന് തോന്നുന്ന അവൻ ചെയ്യും. പക്ഷെ മനസ്സുകൊണ്ട് നല്ലവനാ. ഇനി എന്താ സംഭവിക്കുക എന്നറിയില്ല. പൃഥ്വിക്ക് കിരണിനോട് ഒരുപാട് ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. അമ്മയാണെങ്കിൽ പൃഥ്വിയും ഞാനും ആയുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടാ പിന്നെ പെട്ടെന്ന് തന്നെ അപ്സെറ്റ് ആകും. കഴിഞ്ഞ തവണ ദേഷ്യം കൊണ്ട് അമ്മ കിരൺ അടിക്കുക വരെ ചെയ്തതാ. ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം കിരൺ പൃഥ്വിയോട് മാപ്പ് ചോദിച്ചു. അവന്റെ അഭിമാനം നോക്കാതെ പൃഥ്വിയോട് മാപ്പ് ചോദിച്ചത്. ഇപ്പൊ എങ്ങനെ അവന്റെ അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല. ഇല്ല, ഞാൻ ഇനി അവൻ വീണ്ടും മാപ്പ് പറയാൻ അനുവദിക്കില്ല. എനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും അവൻ തല കുനിയാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ എങ്ങനെ ഞാനത് തടയും? എന്ത് ചെയ്യും? എന്താ ചെയ്യ? നമ്മൾ വീടെത്തി. പ്രീത, എന്തുപറ്റി? നീ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? വരൂ. ആക്ച്വലി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ പ്രീത. പൃഥ്വി, എനിക്ക് നന്നായി അറിയാം ഇന്നവിടെ ആ മോളില് സംഭവിച്ചതൊക്കെ. അതൊക്കെ കൊണ്ട് നിങ്ങൾ വളരെ അപ്സെറ്റ് ആണെന്ന്. പക്ഷെ എന്താ? പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്ലീസ് അകത്ത് പോയി അമ്മയോട് ഈ കാര്യങ്ങളെ പറ്റി ഒന്നും പറയരുത്, പ്ലീസ്. ഐ എം സോറി പ്രീത, പക്ഷെ എനിക്ക് നിന്റെ റിക്വസ്റ്റ് ഫുൾഫിൽ ചെയ്യാനാകില്ല.
കാരണം ഇന്ന് സ്റ്റോറിൽ ഞാനും കിരണും തമ്മിൽ സംഭവിച്ചതിന്റെ ഒക്കെയും എല്ലാ സത്യങ്ങളും സരളാന്റി അറിയേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഇത് കൊണ്ടാ പറയുന്നേ. അമ്മയോട് ഇതിനെപ്പറ്റി പറഞ്ഞാ പിന്നെ അമ്മയ്ക്ക് ഒത്തിരി ദേഷ്യം വരും. പിന്നെ അമ്മയുടെ BP ഓടും. അത് പിന്നെ വലിയ പ്രശ്നമാകും. നോക്ക് പ്രീത, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ കിരൺ ഒരവസരവും പാഴാക്കാറില്ല. എപ്പോഴും കാരണം കൂടാതെ അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കാരണവുമില്ലാതെ ഒരാളെ കുറ്റം ആരോപിക്കുന്നത് ശരിയാണോ? എനിക്ക് നിന്നോട് കള്ളം പറയാൻ പറ്റില്ല. ആ രോഹിത് അവനെ അടിച്ചപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ ചെയ്തത് നന്നായി പോയി. ഇങ്ങനെയുള്ള ആളുകളോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. എന്നാലേ അവനൊക്കെ ഒരു പാഠം പഠിക്കൂ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? മര്യാദക്കാണല്ലോ നിങ്ങളുടെ സംസാരമൊക്കെ. പക്ഷെ വളരെ നെഗറ്റീവായിട്ടാ ചിന്തിക്കുന്നത്. നിങ്ങൾ അത് ഇഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഐ മീൻ, ഞാൻ ഇതുവരെ ഒരു ഫേവറും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ എന്നോട് ഒരല്പമെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിലും പ്ലീസ് നിങ്ങൾ അമ്മയോടൊന്നും പറയരുത്. കിരൺ ചെയ്തതിനെല്ലാം അവന് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു. പിന്നെ വീണ്ടും വീണ്ടും ഒരാളെ താഴ്ത്തി കാണിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, മര്യാദക്കാരനാ, എല്ലാം മനസ്സിലാക്കുന്നവനാ. അമ്മ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? നോക്ക് പ്രീത, ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇന്ന് സ്റ്റോറിൽ കിരണും ഞാനും തമ്മിൽ ഉണ്ടായതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ആന്റിയോട് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ആന്റി ആ കിരണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോ ഇനി അവൻ നീചമായ തരംതാണ പ്രവൃത്തി ചെയ്യില്ല. അഥവാ നീ പറഞ്ഞാൽ ഞാനിത് ആന്റിയോട് പറയുന്നില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അഥവാ ഇനി ആര് എന്തെങ്കിലും എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നീ അതൊന്നും വിശ്വസിക്കരുത്, എന്നെ സംശയിക്കുകയും ചെയ്യരുത്. എനിക്ക് സമ്മതം. എങ്കിൽ ശരി, ഞാൻ ആന്റിയോട് ഒന്നും പറയില്ല. ഇന്ന് എന്താണ് സംഭവിച്ചത്, സ്റ്റോറിൽ എന്താണോ നടന്നത്, ഒന്നും ഞാൻ ആരോടും ഡിസ്കസ് ചെയ്യില്ല. ഇറ്റ്സ് എ പ്രോമിസ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി നൗ? എങ്കിൽ വാ.